ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിമിഷ. ഞാൻ 26 വയസ്സുള്ള ഒരു കൊല്ലംകാരി അച്ചായത്തിയാണ്. മംഗലാപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ആഴ്ചയിൽ 2 ദിവസം അവധി കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് പപ്പയുടെയും അമ്മയുടെയും കൂടെ നിൽക്കും. ബസ് യാത്ര തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ട്രെയിനിലാണ് ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്നത്. ഒരു ഓണക്കാലത്ത് എനിക്ക് ട്രെയിനിൽ വെച്ചുണ്ടായ ഒരു കാര്യം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. രാത്രിയിൽ കൊല്ലത്ത് നിന്ന് നിലമ്പൂർക്കുള്ള ട്രെയിനിലായിരുന്നു സ്ഥിരമായി ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പതിവ് പോലെ ഞാൻ കൊല്ലത്ത് നിന്ന് രാത്രി മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറി. പപ്പയാണ് ബൈക്കിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടത്. ഓണാവധി ആയതുകൊണ്ട് ട്രെയിനിൽ തീരെ തിരക്കില്ലായിരുന്നു. പണ്ട് മുതലേ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. എങ്കിലും ഞാൻ മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ലായിരുന്നു. അത്യാവശ്യം വണ്ണമുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ശരീരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്ന് ഞാനൊരു പിങ്ക് ടോപ്പും വെളുത്ത ലെഗിൻസുമായിരുന്നു ഇട്ടിരുന്നത്. ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ലേഡീസ് കോച്ചിൻ്റെ തൊട്ട് പിറകിലുള്ള ബോഗിയുടെ അവസാന ഭാഗത്തുള്ള ഒരു സീറ്റിലിരുന്നു. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ തുണി അലക്കിയിരുന്നത് വീട്ടിൽ വരുമ്പോഴായിരുന്നു. അന്നും എൻ്റെ കയ്യിൽ ഒരു ബാഗ് നിറയെ തുണിയുണ്ടായിരുന്നു. ആ ബാഗ് തലയണയാക്കി ഞാൻ സീറ്റിൽ കിടന്നു. എന്താണെന്നറിയില്ല, കൃത്യസമയത്തിന് ട്രെയിൻ നീങ്ങി തുടങ്ങി. ഒരു സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ ഞാൻ കിടന്ന ബോഗിയിലേക്ക് കയറി വന്നു. എൻ്റെ സീറ്റ് കിടന്ന് മുൻപോട്ട് പോയിട്ട് അയാൾ പെട്ടെന്ന് തിരിച്ചു വന്ന് എൻ്റെ സൈഡിലെ സിംഗിൾ സീറ്റിൽ വന്നിരുന്നു. ആ ബോഗിയിൽ വേറെ ഒരുപാട് സീറ്റുണ്ടായിട്ടും അയാൾ ആ സീറ്റിൽ തന്നെ വന്നിരുന്നത് എനിക്ക് പന്തികേടായി തോന്നി. പക്ഷേ ധൃതിയിൽ അയാൾ മൊബൈൽ ചാർജർ കുത്തുന്നു കണ്ടപ്പോൾ വേറെ ചാർജിങ് പോർട്ടുകൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാവുമെന്ന് ഞാൻ കരുതി. ഞാൻ നോക്കുന്നത് കണ്ട് അയാൾ ചിരിച്ചു. ഞാനും അയാളെ നോക്കി ചിരിച്ചു. അയാളുടെ മുൻപിൽ അങ്ങനെ കിടക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എണീറ്റിരുന്നത് കണ്ട് അയാൾ വീണ്ടും ചിരിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ? മോള് കിടന്നോ? വേറെ പ്ലഗ് പോയിൻ്റ് ഒന്നും വർക്കാവുന്നില്ല, അത് ഞാനിവിടെ ഇരുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ഞാൻ മോൾക്കൊരു ശല്യമായില്ലേ? ഇല്ല എങ്കിൽ കുറേ നേരമായി കിടക്കുന്നു, അതുകൊണ്ട് എണീറ്റെന്നേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് ഞാൻ ബാഗ് എടുത്ത് മുകളിലെ തട്ടിൽ വെച്ചു. എന്നിട്ട് ഇയർഫോൺ ചെവിയിൽ വെച്ച് വിൻഡോയിലേക്ക് ചെരിഞ്ഞിരുന്നു. പിന്നെ എപ്പോഴോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉണർന്നപ്പോൾ ജനൽ ചില്ലിലെ റിഫ്ലക്ഷനിലൂടെ കാണുന്നത് അങ്കിൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നതാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, തണുപ്പ് കാരണം ഞാനാകെ വിറച്ച് കിടക്കുകയായിരുന്നു. അയാൾ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു ഇല്ലായ്മ തോന്നി. ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തല്ലാതെ ഞാൻ ആരുമായും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് കാണാൻ അങ്ങനെ തന്നെ ഇരുന്ന് കൊടുക്കാൻ എനിക്ക് തോന്നി. പക്ഷേ എറണാകുളത്ത് നിന്ന് ഒരുപാട് പേർ കയറിയത് പ്രശ്നമാവുമല്ലോ എന്നോർത്തപ്പോൾ ഷാൾ എടുത്തരാൻ ഞാൻ തീരുമാനിച്ചു. ആളുടെ നോട്ടം മാറിയോ എന്നറിയാൻ ഞാൻ പെട്ടെന്ന് ആളെ ഒന്ന് നോക്കി. ഞാൻ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കി അങ്കിൾ നോട്ടം ആളുടെ ഫോണിലേക്കാക്കി. അങ്കിളിൻ്റെ ചമ്മൽ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ പതുക്കെ എണീറ്റ് മുകളിൽ ഇരുന്ന ബാഗ് എടുത്ത് സീറ്റിൽ വെച്ചു. ബാഗ് തുറന്ന് ഷാൾ എടുത്തു. പക്ഷേ ഷാളിൽ കുടുങ്ങിക്കിടന്ന എൻ്റെ ഒരു സാധനം തറയിലേക്ക് വീണു. നല്ല വയലറ്റ് കളറുള്ളതായിരുന്നു അത്. ഞാൻ ആണത്തോടെ അത് തിരിച്ചെടുത്തു. എനിക്ക് വല്ലാത്ത ചമ്മലായി. ഞാൻ പെട്ടെന്ന് നിലത്ത് നിന്ന് അതെടുത്ത് ബാഗിൽ വെച്ച് അടച്ചു. അങ്കിൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ചിരിച്ചു. സോറി എങ്കിൽ. എന്തിനാ മോളെ സോറി? ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ? ഞാൻ മറുപടി ഒരു ചെറിയിലൊതുക്കി വീണ്ടും ഇന്ത്യയിലേക്ക് ചാരിയിരുന്നു. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ എങ്കിൽ? മോളെ, ഇതൊക്കെ വാങ്ങാൻ ഒരുപാട് പൈസ ആവുമോ? ഒരെണ്ണം കെട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. അവൾ ഇതുപോലെ കളറുള്ള ടൈപ്പൊന്നും ഇടാറില്ല. അങ്കിൾ വെറുതെ നമ്പർ ഇറക്കിയതാണെന്ന് മനസ്സിലായെങ്കിലും അങ്കിളിത് ഏത് ലെവൽ വരെ പോകുമെന്നറിയാൻ ഞാൻ ആഗ്രഹം തോന്നി. ഒരുപാട് പൈസ ഒന്നുമില്ല അങ്കിൾ, ഇതൊക്കെ ഒരു 600-700 രൂപയ്ക്കുള്ളിൽ കിട്ടും. മോളിത് എവിടുന്നാണ് വാങ്ങിച്ചത്? ഇത് മിന്ത്രയിൽ നിന്നാണെങ്കിൽ ഒരു ഷോപ്പിംഗ് ആപ്പാണ്. ഒരുപാട് കളറൊക്കെ കാണും അല്ലേ മോളെ? ആൾക്ക് എന്നെ വിടാൻ ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പുള്ളി ഒന്ന് മൂപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഒരുപാട് കളറുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ 8-9 കളറുണ്ട്. ഇത് മാത്രമായിട്ടാണോ മോളി വാങ്ങുന്നത്? അതോ അല്ലെങ്കിൽ എല്ലാം കിട്ടും, സെറ്റായിട്ടാണ് കിട്ടും? അത് പറഞ്ഞ് ഞാൻ ചിരിച്ചു. അങ്കിൾ കൊള്ളാലോ, പെൺകുട്ടികൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നോക്കുന്നത്? അതല്ല മോളെ, പെട്ടെന്ന് കണ്ടപ്പോൾ നോക്കിപ്പോയെന്നേ ഉള്ളൂ. അങ്കിൾ നോക്കുന്നത് ഞാൻ കണ്ടു. സോറി മോളെ. ഓ, അതൊന്നും സാരമില്ലെങ്കിൽ. എന്ത് പറ്റി മോളിങ്ങനെ വരയ്ക്കാൻ? എന്താ അങ്ങനെ? അത് ഈ തണുത്ത കാറ്റടിച്ചിട്ടെങ്കിൽ മോൾക്ക് പതുപോലും വേണോ? ഏയ് വേണ്ടെങ്കിൽ, എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അത്രയും തണുപ്പൊന്നുമില്ലെങ്കിൽ. പക്ഷേ അങ്കിളിൻ്റെ കയ്യിലുള്ള ആ
പുതപ്പ് എനിക്ക് തരണമെന്ന് നിർബന്ധമായിരുന്നു. മോളിങ്ങനെ പറിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ, എന്തായാലും മോളിത് പിടിക്കേ. അങ്കിൾ എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് ആ പുതപ്പ് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. എനിക്ക് വേണ്ട വേണ്ട എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി. എന്നിട്ടും അങ്കിൾ കൂട്ടാക്കിയില്ല. ഇതൊന്നും ആരും കാണില്ല, മോള് വെറുതെ പേടിക്കണ്ട, ഇത് വെച്ചോളൂന്നേ. വേണ്ട വേണ്ട എന്ന് മനസ്സ് പറഞ്ഞെങ്കിലും അപ്പോൾ എനിക്ക് ആ തണുപ്പത്ത് അത് നിയന്ത്രിക്കാനും കഴിയുന്നില്ല. ഓക്കെ, ഒരു തവണ കുറച്ച് നേരത്തേക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അങ്കിൾ ആ പുതപ്പ് വന്നുകൊണ്ട് തണുപ്പില്ലാതെ ഞാൻ മംഗലാപുരം വരെ എത്തി. ശേഷം തിക്കിലും തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അത് ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു. അങ്കിളും മംഗലാപുരത്തേക്ക് തന്നെ ആയിരുന്നു. അങ്ങനെ ഞാനും അങ്കിളും അവിടെ ഇറങ്ങി. ശേഷം ഞങ്ങൾക്ക് രണ്ട് വഴിക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചു. അങ്കിൾ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വേണ്ടായെന്ന് പറഞ്ഞു. തൽക്കാലം കുറച്ച് അകറ്റി നിർത്തുകയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ഞാൻ അങ്കിളിനോട് പറഞ്ഞു, എന്തായാലും അപ്രതീക്ഷിതമായില്ലേ നമ്മൾ കണ്ടുമുട്ടിയത്, ഇനിയും അങ്ങനെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം എന്നും പറഞ്ഞ് ഞാൻ അങ്കിളിനോട് യാത്ര പറഞ്ഞ് പോയി. മോളെ ഫോൺ നമ്പറെങ്കിലും താ മോളെ എന്ന് അങ്കിൾ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അതും കൊടുത്തില്ല. ഇനിയും കാണായോഗം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലെത്തി. 1-2 ആഴ്ചകൾ അങ്ങോട്ട് കടന്നു പോയി. പിന്നെ അങ്കിളിനെ ഞാൻ കണ്ടില്ല. പതിയെ ഞാൻ ആ കാര്യം വിടുകയും ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് മോളിൽ പോയതായിരുന്നു. ഞാനൊരു ഇന്നർ ഷോപ്പിലേക്ക് കയറി. അവിടെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാ നിൽക്കുന്നു നേരെ മുമ്പിൽ അങ്കിൾ. എന്നെ നോക്കിക്കൊണ്ട് തന്നെയാണ് നിന്നിരുന്നത്. ഞാൻ അങ്കിളിനെ കണ്ടതും അടുത്തേക്ക് ചെന്നു. എന്താ അങ്കിൾ ഇവിടെ, വരയ്ക്ക് വാങ്ങിക്കാൻ വന്നതാണോ? എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ നിന്നേ? ഒന്നുമില്ല, മോളെന്താ ചെയ്യണമെന്ന് നോക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് നമുക്ക് കാണാൻ വിധിയുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെന്താ? അതൊക്കെ ഉണ്ടെന്നേ. അങ്കിളിപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇതിനടുത്ത് തന്നെയാണ്. ഞാൻ മോള് പറഞ്ഞ പോലെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിക്കാൻ വന്നത് തന്നെയാണ്. ഇപ്പോൾ മോൾക്കും എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാം. അതൊന്നും വേണ്ട അങ്കിൾ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മോള് പറഞ്ഞ ഈ അങ്കിള് എന്ത് വാങ്ങിത്തരുമെന്ന് മോൾക്കറിയാലോ. ആ ഒരു രാത്രിയിൽ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയതല്ലേ. അതൊക്കെ ശരി തന്നെ. അങ്ങനെ അങ്കിൾ എനിക്ക് വാങ്ങിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ്. എനിക്ക് ഒരു ലോക്കൽ ഗാർഡിയൻ, അത് തന്നെയാണ് അങ്കിളിപ്പോൾ അവിടെ. എൻ്റെ ഏതിഷ്ടത്തിനും സഹകരിക്കുന്ന ഒരു ലോക്കൽ ഗാർഡിയൻ. അങ്ങനെ ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിലും നല്ല കഥകളുമേ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.